നിങ്ങൾക്കെല്ലാവർക്കും ഈ അടിപൊളി ഫുഡ് എക്സിബിഷനിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ ഫുഡ് ഇൻസ്പെക്ടറായ ഫുഡേശ്വറിനെ ആരാണ് നന്നായിട്ട് ഇംപ്രസ് ചെയ്യുന്നത് അവർക്ക് കിട്ടും റെസ്റ്റോറന്റിന്റെ ലൈസൻസ്. ചീനച്ചട്ടിയിലെ തിളയ്ക്കുന്ന എണ്ണയിൽ ഒരുക്കുന്ന വിഭവങ്ങൾ മാത്രമല്ല, നമ്മുടെ ആദ്യത്തെ മത്സരാർത്ഥികൾ ഇവരാണ്. സോർദാർ, പോപ്പട്ട്, ഹണി ആൻഡ് ബണി. ഞങ്ങളുടെ രണ്ടാമത്തെ പാർട്ടിസിപ്പന്റ് ചിലപ്പോൾ മറ്റുള്ളവർക്ക് അപകടകാരിയായി തോന്നിയേക്കാം. കാരണം ഇതാണ് ഞങ്ങളുടെ സ്വന്തം അജേശ്വർ. വളരെയേറെ ഉത്സാഹത്തോടെ, അതിലേറെ ഉന്മേഷത്തോടെ. ഇദ്ദേഹം ഷെഫാണോ അതോ കൈപുണ്യത്തിന്റെ മാന്ത്രികനാണോ? നമ്മുടെ മൂന്നാമത്തെ പാർട്ടിസിപ്പന്റ് ആണ് കോഴിയപ്പൻ. ഇദ്ദേഹത്തിന്റെ പാചകത്തെ കുറിച്ച് പറഞ്ഞാൽ വെരി ഫണ്ണി. ഇത് നമ്മുടെ നാലാമത്തെ പാർട്ടിസിപ്പന്റ് മിസ്റ്റർ സണ്ണി. കണ്ടില്ലേ ഇവനെ? നമ്മളിവിടെ കിടന്ന് കഷ്ടപ്പെടുക, അപ്പോഴവൻ സെൽഫി എടുത്ത് കളിക്കുന്നു. എടാ ഹണി, നിനക്ക് ഈ ജോലിയിലൊക്കെ ഒന്ന് കൈ കടത്തി കൂടെ? ഞാൻ കൈ കടത്തി കഴിഞ്ഞാലേ ഈ സെൽഫി ആരാ എടുക്ക? നമ്മള് പുതിയ റെസ്റ്റോറന്റ് തുടങ്ങാൻ പോകുന്നു. ഈ നാട് മൊത്തം പാട്ടാവണമെന്നുള്ളതാ എന്റെ ആഗ്രഹം. എടാ കഴുതേ, ആദ്യം ലൈസൻസ് കിട്ടട്ടെ, എന്നിട്ട് തീരുമാനിക്കാം റെസ്റ്റോറന്റ്. പിന്നെ ലൈസൻസ് കിട്ടാൻ നല്ല വിഭവങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. അതെ, നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ ആ ഫുഡ് ഇൻസ്പെക്ടറിന് സന്തോഷമാകും. അദ്ദേഹം നമുക്ക് ലൈസൻസ് തരികയും ചെയ്യും. പക്ഷെ കൊച്ചളിയ, നമ്മള് റെസ്റ്റോറന്റിൽ വാങ്ങാൻ പോകുന്നത് വണ്ടിയല്ലല്ലോ, അതിന് ലൈസൻസിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? എടാ പൊട്ട, അത് ഡ്രൈവിംഗ് ലൈസൻസ് ഒന്നും അല്ല, റെസ്റ്റോറന്റ് നടത്താനുള്ള ലൈസൻസിന്റെ കാര്യമാ പറഞ്ഞത്. ആ ഫുഡ് ഇൻസ്പെക്ടർ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് ഭക്ഷണം വേഗം റെഡിയാക്കണം. വാ, നീ കൂടെ ഒന്ന് വന്ന് ഞങ്ങളെ ഒന്ന് സഹായിക്കും. ഇല്ലില്ല, എനിക്ക് അതിനെല്ലാം മുമ്പ് ഒരു അടിപൊളി സെൽഫി എടുക്കണം. എടാ, ഇവൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ഒരു സെൽഫി എടുക്കാം. അതിനുശേഷം എല്ലാ ജോലികളും നമുക്ക് ഒരുമിച്ച് ചെയ്യാം. എന്റെ ദൈവമേ, എന്നാ ശരി, വേഗം ആവട്ടെ. അല്ല, ഇതെന്ത് ഫോട്ടോയാണ്? ഇതിൽ ഞങ്ങളുടെ തലകളൊന്നും തന്നെ കാണുന്നില്ലല്ലോ. നിങ്ങളുടെ തലയോ? നിങ്ങളുടെ തലയല്ലേ നിങ്ങളുടെ കഴുത്തിന്റെ മുകളിൽ കാണുന്നത്? ഈ മരം കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടായിരുന്നു. വീടിന്റെ കാവൽക്കാരനായിട്ട് അവിടെ തന്നെ അങ്ങ് നിർത്തിയാ മതിയായിരുന്നു. എന്ത് വൃത്തികെട്ട ഫോട്ടോ ഇത്, വേഗം ഡിലീറ്റ് ചെയ്യാൻ നോക്ക്. ഇല്ലില്ല, ഈ ഫോട്ടോ ഡിലീറ്റ് ചെയ്യില്ല. ഈ ഫോട്ടോയിൽ ഞാൻ എന്തുമാത്രം സുന്ദരനാണെന്ന് നോക്കിയേ. ഇവനോട് ഇങ്ങോട്ടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സോർദാറേ, നമ്മളിവിടെ കിടന്ന് കഷ്ടപ്പെടുക. എന്റെ അമ്മച്ചി, അയ്യോ, എന്റെ അമ്മോ, അവസാനം വെള്ളം കിട്ടിയതുകൊണ്ട് രക്ഷപ്പെട്ടു. ഹണി, ആ ഫോൺ എനിക്ക് തന്നേക്ക് ഹണി. എന്റെ അമ്മച്ചി വീണ്ടും പോപ്പട്ടിനെ കൊണ്ടല്ലോ. ഈ ഫോട്ടോ ഞാൻ ഏതായാലും വെറൈറ്റി ആയിട്ട് അപ്ലോഡ് ചെയ്യൂ. തീ തുപ്പുന്ന തത്ത. എടാ ഹണി, നീ എന്തൊക്കെയാ ചെയ്യുന്നേ? ഇന്നത്തെ കോമ്പറ്റീഷൻ വളരെ ടഫാണ്. പിന്നെ കോമ്പറ്റീഷനിൽ ജയിച്ചില്ലെങ്കിൽ ലൈസൻസും കിട്ടില്ല. അതെ, ഈ കോമ്പറ്റീഷനിൽ സണ്ണിയും പങ്കെടുക്കുന്നുണ്ട്. എന്നാ പിന്നെ കോമ്പറ്റീഷന്റെ ഒരു പങ്കെടുത്ത് സണ്ണിക്ക് മുറിച്ച് കൊടുത്താ പോരെ? ഇനി ഇവന്റെ തിരുവാ കൊണ്ട് ഒന്നും മൊഴിയില്ല. വാ, നമുക്ക് വേഗം പോയി ഭക്ഷണം ഉണ്ടാക്കാം. അരിപ്പുട്ടിൽ നല്ല പീരവതറിയാൽ പുട്ടർമീസാണ് നിങ്ങൾ. കഥകൾ പറഞ്ഞ് കുട്ടികളെ ഉറക്കിക്കഴിഞ്ഞ നല്ലൊരു കുട്ടിമാമയാണ് നിങ്ങൾ. ഇറ്റാലിയനും സ്പാനിഷും ഒന്നും തന്നെ ഇവിടെ വേണ്ട. അഥവാ നിങ്ങൾക്ക് ഒരു ഓംലെറ്റ് പോലും അടിക്കാൻ അറിയില്ലെങ്കിൽ കുക്കിങ്ങിലെ ദുരന്തമാണ് നിങ്ങൾ. ഉണ്ടായിരുന്ന എല്ലാ പച്ചക്കറികളും ചീത്തയായല്ലോ. ഇനി പാചകം ചെയ്യാൻ വേറെ പച്ചക്കറികൾ ഒന്നും തന്നെ ഇല്ലല്ലോ. എല്ലാ പച്ചക്കറികളും കൂടി തട്ടിക്കൂട്ടി ഒരു സംഭവം ഉണ്ടാക്കി വെക്കാം.
അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. പക്ഷെ ഇന്ന് ആ ഫുഡ് ഇൻസ്പെക്ടർ എനിക്ക് റെസ്റ്റോറന്റ് ലൈസൻസ് തീർച്ചയായും തരും. കാരണം ഞാൻ നേരത്തെ തന്നെ മറ്റൊരു റെസ്റ്റോറന്റിൽ നിന്നും ഭക്ഷണം ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ഈ ഭക്ഷണം കൊടുത്ത് ഫുഡ് ഇൻസ്പെക്ടറുടെ കയ്യിൽ നിന്ന് ആ ലൈസൻസ് വാങ്ങിയെടുക്കും. അതിനുശേഷം എന്തെങ്കിലും തട്ടിക്കൂട്ടി ഞാൻ ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. പിന്നല്ലത്, എന്നെക്കാൾ സ്മാർട്ടായി ആരും തന്നെ ഇല്ല. അതാണ് ഞാൻ. എന്റെ അപ്പോ വിശന്ന് തുടങ്ങി. അവര് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞോന്ന് പോയി നോക്കിയിട്ട് വരാം. ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഹലോ. ഡോ, ഇത്രയും വലിയ പൂച്ച ഇവിടെ നിൽപ്പുണ്ട്. അതെന്താ തനിക്ക് കാണാൻ കഴിയുന്നില്ലേ? എനിക്ക് നന്നായി കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നന്നായി കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയായിരുന്നു ഞാൻ. അതെ, എനിക്കെല്ലാം നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ പോട്ടെ, താൻ ആരാണെന്ന് പറ. ഓ, എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലേ? ഞാനാണ് ഫുഡ് ഇൻസ്പെക്ടർ ഫുഡേശ്വര മഹാരാജ്. അയ്യോ, സാറായിരുന്നോ? സാറെന്താ അവിടെ നിൽക്കുന്നേ? വരൂന്നേ, നല്ല ഭക്ഷണം കഴിക്കാം. ഞാൻ അങ്ങേക്ക് വേണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ട സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. അയ്യോ മോനെ, ഞാനും സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാൻ വയറ് കാര്യാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അതെ. ഇതാ കഴിച്ചു നോക്കൂ. ഞാൻ സാറിന് വേണ്ടി വളരെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ വിഭവമാണ്. മോനെ, ഈ വിഭവം മിനിയാന്താങ്ങാണ്ട് ഉണ്ടാക്കിയതാണ്. ഇതേ വിഭവം ഞാൻ ചിമൻലാലിന്റെ റെസ്റ്റോറന്റിൽ നിന്ന് കഴിച്ചിരുന്നോ? സാറെന്താ ഈ പറയുന്നത്? ഞാൻ ഇതെന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ വിഭവമാണ്. മോനെ, നീ കൈ കൊണ്ടാണ് ഉണ്ടാക്കിയതെങ്കിൽ ചിമൻലാലിന്റെ റെസ്റ്റോറന്റിന്റെ ബില്ല് ഇവിടെ എങ്ങനെയാ വന്നത്? അല്ല, ഈ ബില്ല് എങ്ങനെയാ ഇവിടെ വന്നത്? പക്ഷെ ഈ ബില്ല് ഇവിടെ എങ്ങനെ വന്നു എന്ന് എനിക്ക് പിടികിട്ടി. നുണ പറഞ്ഞ് മറ്റൊരു റെസ്റ്റോറന്റിലെ ഭക്ഷണം കഴിപ്പിക്കുന്നു. നിന്നെ ഈ മത്സരത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. അത് ശരി, എനിക്ക് ലൈസൻസ് കിട്ടിയാലും ഇല്ലെങ്കിലും അവന്മാർക്ക് ഈ ലൈസൻസ് കിട്ടാനേ പാടില്ല. ഇപ്പൊ തന്നെ അവരുടെ ഭക്ഷണം ഇല്ലാതാക്കണം. വിടില്ല. എന്നെ ജയിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. എന്തായാലും ഇതിൽ എണ്ണ ഒഴിക്കാം. ഈ ഓയിലി ഫുഡ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫുഡ് ഇൻസ്പെക്ടർ ഇവർക്ക് ലൈസൻസ് കൊടുക്കില്ല. എന്റെ അമ്മ, എന്തൊരു ഓയിലാ ഇതില്. ഈ സമൂസ എടുത്ത് തലയുടെ മുകളിൽ വെച്ചാലേ തല നന്നായിട്ട് മസാജ് ചെയ്യാനും പറ്റും. അത്രേ ഓയിലുണ്ട് ഇതില്. കുറച്ച് എണ്ണ ഇതിൽ ഒഴിക്കുക. അത് മച്ചാനെ സൂക്ഷിച്ചും കണ്ടൊക്കെ വേണ്ട, അല്ലെങ്കിൽ ഫ്രൈ പാൻ കൊണ്ട് ഞാൻ ചിലപ്പോ ഫ്രൈ ആയിട്ട് പോകും. പറഞ്ഞേക്കാം. സോറി സോറി. ഇത്തിരി പത്തിരി കണ്ടാൽ ഒത്തിരി അവിടെ കുത്തിരി. സമൂസ സീരി മൂസ വരട്ടെ ദാസ. ഒരു സവാൾ എനിക്ക് തന്നാൽ സവാരി കിരികിരിയാണ് നിങ്ങൾ. അഥവാ സഹായിച്ചില്ലെങ്കിൽ ഡാഡി കിരിച്ചെ പോലെ അതിക്രൂരനാണ് നിങ്ങൾ. ഞാൻ തീർച്ചയായിട്ടും സവാള തരുമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ആകെ ഇതൊരെണ്ണം മാത്രമേ ഉള്ളൂ. സോർദാറെ, അയാള് ചോദിച്ചതും ആകെ ഒരു സവാളയാണ്. ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഡിഷാണ്. സവാള വേണ്ട, വിട പറയുകയാണ്. ഗ്രേവി എങ്ങനെ വറ്റി തുടങ്ങിയാൽ വെള്ളം ഒഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതെന്താ ഇതിന് മാത്രം തയ്യാറാവാൻ? ഇതെന്താ സ്കൂളിലോ മറ്റോ പോകുന്നുണ്ടോ? എടാ കഴുതേ, തയ്യാറാ എന്ന് പറഞ്ഞാ റെഡിയായെന്ന്. ഇനി ഫുഡ് ഇൻസ്പെക്ടർ വേഗം വന്നു കഴിഞ്ഞാ നമുക്ക് ലൈസൻസ് വാങ്ങാം. ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഹലോ, ആരാ സംസാരിക്കുന്നേ? അതെ, ആ ശബ്ദം ഫോണിൽ നിന്നല്ല, നമ്മുടെ മുമ്പിൽ നിന്നാ സംസാരിക്കുന്നത്. താങ്കൾ ആരാണ്? മനസ്സിലായില്ലല്ലേ? ഒരു സെക്കൻഡ്. ഇപ്പോ അയ്യോ, ഇപ്പോഴും ആളെ മനസ്സിലായില്ല. എന്റെ മക്കളെ, ഞാനാണ് ഫുഡ് ഇൻസ്പെക്ടർ ഫുഡേശ്വര മഹാരാജ. ഇൻസ്പെക്ഷന് വേണ്ടിട്ട് വന്നതാണ്. വേഗം വരൂ. കൊള്ളാലോ, ഫുഡ് ഇൻസ്പെക്ടർ. വരണം സാർ, ഞങ്ങൾ സാറിനെ തന്നെയാണ് കാത്തിരുന്നത്. ഹണി, സാറിന് വേണ്ടിയിട്ടുള്ള ആഹാരം എടുത്തോണ്ട് വാ. സാറിന് വേണ്ടിട്ടോ? അപ്പൊ ഇദ്ദേഹത്തിനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലേ? ഇദ്ദേഹമല്ലേ ഫുഡ് ഇൻസ്പെക്ടർ ഫുഡേശ്വർ? എന്റെ ഹണി, ഞാൻ പറഞ്ഞ ഇദ്ദേഹത്തെ കുറിച്ചാ. ഇദ്ദേഹത്തെ കുറിച്ച്. നീ അവിടെ നിൽക്ക്, ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം. അതെ, നീ തന്നെ പോയാ മതി. അല്ലെങ്കിൽ ഇവനെ അടുത്ത എന്തെങ്കിലും മണ്ടത്തരം ഒപ്പിച്ചു വെക്കും. കൊള്ളാലോ, ഭക്ഷണം നല്ല ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ഇതിൽ ഞാൻ ഒരുപാട് മുളക് ചേർക്കും. ഇത് കഴിച്ചാൽ ഫുഡ് ഇൻസ്പെക്ടർ തീവണ്ടി പോലെ ഓടും. പിന്നെ അയാൾ ഇവർക്ക് ലൈസൻസ് കൊടുക്കില്ല. അടിപൊളി, യുവമാരങ്ങനെ ലൈസൻസ് വാങ്ങണ്ട. ഈ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഫുഡ് ഇൻസ്പെക്ടറുടെ കാര്യം തീർച്ചയായിട്ടും കട്ടപ്പുകയാകും. കാന്താരി കൂടെ ഇരിക്കട്ടെ, എരിവ് കാരണം അയാൾ നാട് വിട്ടോളും. ആ ഫുഡ് ഇൻസ്പെക്ടർ ഫുഡേശ്വരൻ 4 ദിവസം നദി കിടന്ന് വെള്ളം കുടിച്ചാലേ പഴയതുപോലെ മാറുകയുള്ളൂ. ഈ പുലാവിലും കൂടെ കുറച്ച് എരിവ് ഇരിക്കട്ടെ.
ഇത് കഴിക്കൂ സാർ. ഇത് ഞങ്ങൾ സാറിന് വേണ്ടി ഉണ്ടാക്കിയ പ്രത്യേക വിഭവങ്ങളാണ്. മോനെ അതിന്റെ മണം അടിച്ചപ്പോഴേക്ക് വായിൽ നിന്ന് വെള്ളം വന്നു തുടങ്ങി. ഇനി കാത്തിരിക്കാൻ വയ്യ. ഒരു മിനിറ്റ്, ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. മോനെ, ഈ പരിപ്പ് കൊണ്ടുണ്ടാക്കിയ കറിയിൽ ഇത്രയും മുളക് പൊടിയുടെ കാര്യം എന്തായിരുന്നു? സോർദാറെ, ഇതിലാരാ മുളക് പൊടി ചേർത്തത്? അതെ, ഇത് എന്ത് വിഭവമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇത്രയും മുളക് പൊടിയോ? നിങ്ങൾക്ക് പറ്റിയ പണിയല്ല പാചകം. ഇനി താങ്കൾ അവർക്ക് ഫുൾ ലൈസൻസ് കൊടുക്കില്ലല്ലോ അല്ലേ? ഇല്ല, കുട്ടികളെ ഞാൻ ഉദ്ദേശിച്ചത് തരുമെന്നാണ്. കാരണം ഈ സ്പൈസി ഫുഡ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് മുളക് പൊടി വളരെ ഇഷ്ടമാണ്. വെള്ളത്തിൽ പോലും ഞാൻ കലക്കി കുടിക്കാറുണ്ടത്. മാത്രമല്ല, ഈ വണ്ടിയുടെ മുന്നിൽ നാരങ്ങയും മുളകും കെട്ടിത്തൂക്കിടാറില്ലേ, ഞാൻ അതിൽ നിന്ന് ഒരു മുളക് പറിച്ചെടുത്ത് കഴിക്കാറുണ്ട്. എനിക്ക് നിങ്ങളുടെ ഈ സ്പൈസി ഫുഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെയാ ലൈസൻസ്. അമ്മച്ചി, ഇത് വല്ലാത്ത ചതിയായി പോയല്ലോ. ഇയാൾക്ക് മുളക് ഇഷ്ടമാണെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞെങ്കിൽ ഞാനായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുത്തേനെ. നിങ്ങളുടെ ഭക്ഷണത്തിൽ മുളക് ചേർത്തത് അബദ്ധമായി പോയി. ചേടാ, അതൊന്നുമില്ല. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഞങ്ങൾക്കിതാ ഫുഡ് ലൈസൻസ് കിട്ടിയിരിക്കുന്നു. കൂട്ടുകാരെ, ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സെൽഫി എടുത്താലോ? അത് പിന്നെ പറയണോ? തീർച്ചയായിട്ടും എടുത്തോ.